ഇതൊരു സ്ട്രിങ് പൗച്ചാണ്. നമ്മുടെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനായിട്ടുള്ളൊരു സ്റ്റോറേജ് പർപ്പസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. ഇത് ഏത് സൈസിൽ വേണമെങ്കിലും ഉണ്ടാക്കാം, വലുതുണ്ടാക്കാം, ചെറുതുണ്ടാക്കാം. ഇതിപ്പോൾ ഒരു മീഡിയം സൈസാണ്. ഇങ്ങനെ സ്ട്രിങ് വലിച്ചിട്ടാണ് അത് ക്ലോസ് ചെയ്യുക. അതിന് വേണ്ടി ഇതുപോലെ സ്ക്വയർ ഷേപ്പിലുള്ള 2 പീസ് ക്ലോത്ത് എടുക്കാം. ഞാനിപ്പോൾ നീളത്തിലൊരു പീസ് എടുത്തിട്ട് മടക്കി വെച്ചതാണ്. അതിൻ്റെ ഓപ്പണിംഗ് ഒഴികെ ബാക്കി 3 സൈഡ് സ്റ്റിച്ച് ചെയ്യണം. അപ്പം സൈഡിലൊരു നമുക്കൊരു ഹോള് വേണമല്ലോ സ്ട്രിങ് ഇടാനായിട്ട്. അപ്പോൾ അതിനുള്ളതാണ് ഇപ്പോൾ മാർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ 2 സൈഡിലും മാർക്ക് ചെയ്യാം. ഓപ്പണിങ്ങിൻ്റെ 1.5 ഇഞ്ച് താഴെയായിട്ടാണ് സ്ട്രിങ്ങിനുള്ള ഹോള് മാർക്ക് ചെയ്തത്. ഈ ഹോളിൻ്റെ അവിടെ സ്റ്റിച്ച് വരാൻ പാടില്ല. അങ്ങനെ സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് അവിടെ മാത്രം സ്കിപ്പ് ചെയ്തിട്ട് 3 സൈഡ് തയ്ച്ചെടുക്കണം. ക്ലോത്തിൻ്റെ അതേ കളർ നൂലാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് നമ്മൾ ആ പറഞ്ഞ പോലെ ഹോളിൻ്റെ ആ ഭാഗത്ത് സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് വേണം തയ്ക്കാൻ. അതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുമ്പോൾ ബാക്ക് സ്റ്റിച്ച് ഇട്ടിട്ട് ലോക്ക് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ ത്രെഡ് ഊരിപ്പോരും. ഇനി ഇവിടെയാണ് നമ്മൾ ഹോള് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുവരെ വളരെ ശ്രദ്ധിച്ച് തയ്ക്കുക. എന്നിട്ട് ബാക്ക് സ്റ്റിച്ച് ഇട്ടിട്ട് സ്റ്റിച്ച് ലോക്ക് ചെയ്യുക. എന്നിട്ട് ആ ഹോളിൻ്റെ അവിടെ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത മാർക്കിങ്ങിൻ്റെ അവിടെ നിന്ന് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക. അങ്ങനെ 3 സൈഡ് തയ്ക്കുക. രണ്ട് സൈഡ് തയ്ച്ച് കഴിഞ്ഞു. ഇത് 3ാമത്തെ സൈഡാണ്. ഇനി 3ാമത്തെ സൈഡിൻ്റെ അവിടെ ലാസ്റ്റ് ഇതുപോലെ ഹോളിനുള്ള ഗ്യാപ്പ് ഉണ്ട്. അവിടെ സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് വേണം തയ്ക്കാൻ. ഇപ്പോൾ 3 സൈഡ് തയ്ച്ച് കഴിഞ്ഞു. ഇതാണ് ഓപ്പണിങ്. ഇനി ചെയ്യാനുള്ളത് ബാഗിൻ്റെ അടിഭാഗത്ത് ഒരു ചതുരം ആയി കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ കോർണറിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് ഇറക്കിയിട്ട് ഇങ്ങനെ ക്രോസ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. 2 സൈഡിലും ഈക്വൽ ആയിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് അളക്കുന്നത്. ഒരു 1.5 ഇഞ്ച് മതിയാവും. ഇതിപ്പോൾ ഒരു സൈഡ് തയ്ച്ച് കഴിഞ്ഞു. ഇനി മറ്റേ സൈഡും അതുപോലെ തന്നെ അളവെടുത്തിട്ട് തയ്ച്ചെടുക്കണം. ഇപ്പോൾ ബാഗിൻ്റെ അടിവശം 2 സൈഡിലും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം നമ്മുടെ ബാക്ക് ഭാഗത്ത് നല്ലൊരു സ്പേസ് കിട്ടും. ഇങ്ങനെയാവുമ്പോൾ കണ്ടോ, ഇതുപോലെയാവും. അടിയിൽ നല്ല സ്പേസ് കിട്ടും പൗച്ചിന്. ഇനി ഇതിൻ്റെ ഫ്രണ്ടിൽ ഓപ്പണിങ്ങിൻ്റെ ഇവിടെ മടക്കി തയ്ക്കണം. അപ്പോൾ നമ്മുടെ സ്ട്രിങ് ഇടാനുള്ള ഹോള് അടഞ്ഞു പോകരുത്. ആ ഹോളിൻ്റെ താഴേക്കാക്കിയിട്ട് വേണം അത് സ്റ്റിച്ച് ചെയ്യാൻ. ഇപ്പോൾ പൗച്ചിൻ്റെ ഓപ്പണിങ്ങിൻ്റെ അവിടെ മടക്കി തയ്ച്ച് കഴിഞ്ഞു. ഇനി ഇതുകൊണ്ടാണ് നമ്മൾ സ്ട്രിങ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ നല്ല ഭാഗം ഉള്ളിലേക്ക് ആക്കിയിട്ട് ഒന്ന് മടക്കിയിട്ട് തയ്ക്കുക. ജസ്റ്റ് ഒരു സ്റ്റിച്ച് അങ്ങ് കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ താഴെ ഒന്ന് ലോക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതുപോലെ ഒരു കമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഈർക്കിളിയോ എന്തെങ്കിലും എടുത്തിട്ട് ഇൻസൈഡ് ഔട്ടാക്കി എടുക്കണം. ഞാനിപ്പോൾ ഒരു പെയിൻറ്റിങ് ബ്രഷാണ് എടുത്തിട്ടുള്ളത് എൻ്റെ.
അത് 2 എണ്ണം റെഡിയാക്കി എടുത്തു. ഇനി അത് ആ സ്ട്രിങ് ഇടാനുള്ള ഹോളിൽ കൂടെ ഇട്ട് കൊടുക്കുക. സ്ട്രിങ് ഇടുമ്പോൾ നമ്മൾ ഏത് ഹോളിൽ കൂടെയാണോ ഇടുന്നത് സെയിം ഹോളിലൂടെ തന്നെ അത് തിരിച്ചെടുക്കുകയും വേണം. എന്നാൽ മാത്രമേ അത് വലിക്കുമ്പോൾ അത് അടക്കാൻ പറ്റുള്ളൂ. ഇനി രണ്ടാമത്തെ ഹോളിലൂടെ ഇതുപോലെ തന്നെ സ്ട്രിങ് ഇട്ട് കൊടുക്കുക. സെയിം ഹോളിലൂടെ തന്നെ അത് പുറത്തേക്ക് എടുക്കുകയും ചെയ്യാം. ഇപ്പോൾ 2 സ്ട്രിങ് ഇട്ട് കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ ഈ സ്ട്രിങ് ഉണ്ടാക്കുന്നതിന് പകരം എന്തെങ്കിലും നല്ല ഭംഗിയുള്ള ചരടോ അല്ലെങ്കിൽ നല്ല സാറ്റിൻ റിബണോ ഒക്കെ മതി. അപ്പോൾ ഈ സ്ട്രിങ് ഉണ്ടാക്കുന്ന ഈ പണി കുറഞ്ഞു കിട്ടും. ഇപ്പോൾ പൗച്ച് റെഡിയായി. നല്ല ഈസി ആയിട്ട് തന്നെ തുറക്കാനും അടക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിൽ കുറച്ച് എംബ്രോയ്ഡറി മെറ്റീരിയൽസാണ് ഇട്ട് വെക്കുന്നത്. അപ്പോൾ കൂടുതൽ വീഡിയോസ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇനി കാണുന്നതുവരെ ബൈ.